സ്വാതി മിസ്സേ, നമ്മൾ ഈ ടീച്ചേഴ്സേ എപ്പോഴും ചികീർഷുക്കളായിരിക്കണം. അതെന്തോന്ന് ചികീർഷു? ചികീർഷു എന്ന് ആക്റ്റീവ് ആയിരിക്കണം, ഊർജ്ജസ്വലര് ആയിരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ചികീർഷു അല്ലേ മിസ്സൊക്കെ? പിന്നെ മെയിൻ ആയിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ധിപ്സു ആകരുത്, അതുപോലെ ജിംഖാസു ആകരുത്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്നവരാകരുത്, ചതിക്കുന്നവരാകരുത്. മെയിൻ ആയിട്ട് നമ്മൾ ആരും കുറ്റം പറയരുത്. അതെ, ഞാൻ കുറ്റം പറയില്ല. മിസ്സുപ്പാരെ പറ്റിയും കുറ്റം പറയത്തില്ല. നമ്മൾ ആരെ കുറിച്ചും കുറ്റം പറയുന്ന ആൾക്കാരല്ലല്ലോ, അല്ലേ? നമ്മളെ മറ്റേ താരം വരുന്നു, കേട്ടറ്റ് താരം. കൊറേ കാലമായി കേട്ടറ്റ് എന്ന് പറയുന്ന നടക്കുന്നു. ഇപ്പോഴും കിട്ടാനൊന്നും പോകുന്നില്ല. ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? അതായത് കേട്ടിട്ട് പരീക്ഷ എഴുതാൻ പോയിരിക്കുകയാണ്. ഉറപ്പായിട്ട് കിട്ടും, ഇത്തവണ ഉറപ്പായിട്ട് കിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ട്? എളുപ്പല്ലേ? എക്സാം ഒക്കെ എളുപ്പമായിരുന്നു. പക്ഷെ ആ എക്സാമിനറാ കുഴപ്പമാക്കിയത്. അല്ല, ആളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, സമയം ഇടക്കിടക്ക് നോക്കുക. അപ്പൊ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റിയില്ല വിചാരിച്ച പോലെ. കുറ്റം മൊത്തം എക്സാമിനർക്ക്. ഇതിനെയാണ് യുക്തീകരണം എന്ന് പറയുന്നത്. അതായത് ഈ നമ്മുടെ കയ്യിലുള്ള തെറ്റ് വേറൊരാളിന്റെ തലയെ കൊണ്ടുവച്ച് നമ്മൾ അങ്ങ് രക്ഷപ്പെടുക. മനസ്സിലായില്ലേ? ഒരുതരം ഡിഫൻസ് മെക്കാനിസം. സൈക്കോളജിയിലെ ഡിഫൻസ് മെക്കാനിസം. സൈക്കോളജിന്ന് ഒരു വാക്ക് ഇവിടെ മിണ്ടി പോവരുത്. എടാ, ഈ സൈക്കോളജി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായതുകൊണ്ട് എന്റെ പരീക്ഷ മുഴുവനും കൊളായത്. എങ്ങനെ പഠിച്ചാലും തലേ കയറാത്തൊരു സൈക്കോളജി. പക്ഷെ സൈക്കോളജി പരിഹരിക്കാൻ മാർഗമുണ്ട്. എന്ത് മാർഗം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. നമ്മളെ സൈലന്റ് ടീച്ചിങ് എക്സാംസില് സൈക്കോളജിക്ക് മാത്രമായിട്ട് ഒരു റെക്കോർഡ് ബാച്ച് ആരംഭിക്കാൻ പോവാണ്. 4 മാസം. ഫീസ് ആണെങ്കിൽ വെറും 999. അടിപൊളി, അതുപൊളി. ഇനി സൈക്കോളജിയുടെ കാര്യം പേടിക്കേ വേണ്ട. സൈക്കോളജി പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ് കിട്ടും. അപ്പൊ അടുത്ത കേട്ടിട്ട് ഞാൻ വാങ്ങും.